കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ചൊല്ലുണ്ട്. ആലഞ്ചേരി പിതാവിന്റെ രക്തത്തിന് വേണ്ടി ഘോരം ഘോരം പ്രസംഗിച്ചതാണ്. കിട്ടിയത് കിട്ടി, ഇനി കരഞ്ഞിട്ട് എന്തു കാര്യം? സ്വന്തം വിശ്വാസികൾ കൈവെപ്പ് ശുശ്രൂഷ തുടങ്ങി. ഈ അവസ്ഥയ്ക്ക് കാരണം ഇവർ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ വിമത വൈദിക യൂണിയൻ തന്നെ. ഓണത്തല്ല് പാരമ്പര്യം പുനഃസ്ഥാപിച്ച എറണാകുളം അതിരൂപതയ്ക്ക് ഒരു നേട്ടം കൂടി. ഓണത്തല്ല് തല്ലിയവരാരും വരത്തന്മാരല്ലെന്നാണ് കേട്ടത്. ആരെങ്കിലും വേദനിപ്പിക്കാതെ ഒന്നും നേടാൻ കഴിയില്ലെന്ന് ഉപദേശിച്ച് എറണാകുളം വിമത വൈദികരെ ലഹളയ്ക്ക് പ്രേരിപ്പിച്ച ധ്യാന ഗുരുവായ വിമത വൈദികന് കിട്ടേണ്ടത് കിട്ടിയെന്നാണ് അറിഞ്ഞത്. മേലധികാരികളെ അനുസരിക്കാത്ത വൈദികരെ ജനവും അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കണം. അതിന്റെ ഉദാഹരണമാണ് എറണാകുളം രൂപത. അനുസരണമില്ലാത്തിടത്തു നിന്ന് കലഹം ഒഴിയുകയില്ല എന്ന ചാവരുൾ ഇവിടെ പ്രാവർത്തികമാവുകയാണ്. ആദ്യം അച്ഛനാണ് കയ്യാങ്കളി തുടങ്ങിയതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പറയുന്നു. വ്യാജരേഖ ഉണ്ടാക്കുന്നവർക്കാണോ വ്യാജരേഖ കേസിന് പഞ്ഞം? അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെ ചെയ്തതാവും. എറണാകുളം അതിരൂപതയിലെ ഭൂമി വിൽപ്പന വിവാദം. എറണാകുളം അതിരൂപതയിലെ ജനാത്മക കുർബാനവാദികളായ വൈദികർ ഉൾപ്പെട്ട വ്യാജരേഖ. എറണാകുളം അതിരൂപതയിലെ ജനാത്മക കുർബാനവാദികൾ മെത്രാന്മാരുടെ അടുത്ത് ആക്രോശിക്കുന്ന വീഡിയോകൾ. ഇവയുടെ പശ്ചാത്തലത്തിൽ എറണാകുളം അതിരൂപതയിലെ ജനാത്മക കുർബാനവാദികളുമായി ബന്ധപ്പെട്ട വിഷയം ആയതുകൊണ്ട് തന്നെ അവർ ആകും മഞ്ഞളി അച്ഛന്റെ മേൽ കൈവെപ്പ് നടത്തിയതെന്ന് സംശയിച്ചാൽ മതി. അവർ അതും ചെയ്യാൻ മടിക്കാത്തവരാണ്. അവരുടെ ഇതുവരെയുള്ള പ്രവൃത്തികളാണ് ഈ വിധം ചിന്തിപ്പിക്കാനും പ്രേരിപ്പിച്ചത്.